നമസ്കാരം, ഡോക്ടർ അൽഫിനയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ തൈറോക്സിൻ സപ്ലിമെൻ്റ് എടുത്ത് TSH ലെവൽ ഒപ്റ്റിമം ആക്കി വെച്ചിട്ടും എന്തുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല? അമിതവണ്ണം, ദേഹം മുഴുവൻ നീര് വെക്കുന്നത്, വേദനകൾ, ഉറക്കമില്ലായ്മ, പകൽ മുഴുവൻ ഉറക്കം തൂങ്ങിയിരിക്കുക, ഒരു കാര്യം ചെയ്യാനായിട്ട് യാതൊരു ഉത്സാഹവും ഇല്ല, മടിയാണ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ദേഷ്യം, സങ്കടം, പേടി, ഡിപ്രഷൻ, ആൻസൈറ്റി, ഈ വക പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. പക്ഷേ TSH ലെവൽ ഒപ്റ്റിമമാണ്, 2-നും 4-നും ഇടയ്ക്കാണ്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും ഇതിൻ്റെ ഉത്തരം ഞാനല്ല തരേണ്ടത്, കാരണം ഞാൻ തൈറോക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും ഇത്രയും വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും നൂറുകണക്കിന് രോഗികളെ ചികിത്സിച്ചതിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പം നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്നു, നമ്മൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഗുളിക രൂപത്തിൽ സപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ലെവൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ശരിയാണ്, ബ്ലഡ് ലാബിൽ പോയി നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ നോർമലായിട്ട് കാണിക്കുന്നു. പക്ഷെ എന്നാൽ നമ്മൾ ഈ കൊടുക്കുന്ന തൈറോക്സിൻ അത് എത്തേണ്ടടുത്ത് എത്തുകയോ അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഈ തൈറോക്സിൻ നമ്മുടെ ഓരോ കോശങ്ങൾക്കുള്ളിലും എത്തിച്ചേർന്നു അവിടെ ചില കാര്യങ്ങൾ അതിൻ്റെ ജോലിയൊക്കെ ചെയ്താൽ മാത്രമേ ഈ വക പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ. ഈ തൈറോക്സിന് ബ്ലഡിൽ നിന്നും നമ്മുടെ കോശങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചേരാനായിട്ട് ചില തടസ്സങ്ങൾ അവിടെയുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ചാനൽസുകൾ ബ്ലോക്കാണ്. ഇങ്ങനെ ബ്ലോക്ക് ആവാനുള്ള കാരണം ഇൻഫ്ലമേഷൻസ് ആണ്, നീർക്കെട്ടുകളാണ്. അപ്പോൾ ഈ നീർക്കെട്ടുകൾ മൂലം നമ്മുടെ ചാനൽസുകളൊക്കെ ബ്ലോക്ക് ആവുന്നു. അപ്പോൾ ഈ തൈറോക്സിന് കോശങ്ങൾക്കുള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഇത് അഥവാ അവിടെ എത്തിച്ചെന്നാൽ തന്നെ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ സെല്ലുലാർ മെറ്റബോളിസം വളരെ വീക്കാണ്. ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൈറോക്സിൻ ഹോർമോണിനെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാനോ അതിനെ ജോലികൾ ചെയ്യാനായിട്ടോ സാധിക്കാതെ വരും. ഇനി അടുത്തൊരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായി? എന്തുകൊണ്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് വളരെ കുറഞ്ഞ അളവിൽ വർക്ക് ചെയ്യുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ നമ്മൾ ഗൗനിക്കുകയോ അതിനെ കണ്ടുപിടിക്കുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല. തൈറോക്സിൻ സപ്ലിമെന്റ് ഒരിക്കലും ഈ കാരണങ്ങൾക്കുള്ള ചികിത്സയാവുന്നില്ല. കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, മെറ്റബോളിക് തകരാറുകളാവാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന കോശങ്ങൾക്കുള്ളിലെ വീക്കം, തൈറോയിഡൈറ്റിസ് ആവാം, ഗോയിറ്റർ ആവാം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ അറ്റാക്ക് ആവാം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആവാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ചില പ്രശ്നങ്ങളാവാം. അപ്പം ഈ വക കാര്യങ്ങൾ ഒന്നും ഗവനിക്കാതെ വെറുതെ തൈറോക്സിൻ കൊടുത്ത് TSH ലെവൽ നോർമലാക്കി വെച്ചതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും മാറത്തില്ല. ഇപ്പം മെറ്റബോളിക് തകരാറ് ഒട്ടും പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ ഹൈപ്പോതൈറോയിഡിസം രോഗികളിൽ മറ്റു പല കോമോർബിഡിറ്റീസ് ഉണ്ടാകുന്നത്, മറ്റു പല മെറ്റബോളിക് എറേഴ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ആവാം, ഹൈ കൊളസ്ട്രോൾ ആവാം, ഫാറ്റി ലിവർ ഉണ്ടാവാം, ഡയബറ്റീസ് ഉണ്ടാവാം, സ്ത്രീകളിലാണെങ്കിൽ PCOD, യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഹിസ്റ്ററക്ടമിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം, 90% ഹിസ്റ്ററക്ടമി കേസുകൾക്കും ഹൈപ്പോതൈറോയിഡിസം അതിൻ്റെ പുറകിലുണ്ട്. അത് ഹാർട്ടിനെ ബാധിച്ചേക്കാം, ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് ഈ കാരണത്തെ കണ്ടുപിടിക്കുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അതുണ്ടാക്കും. ഹാഷിമോട്ടോസും സോറിയാസിസും ഉള്ള പേഷ്യൻസും ഉണ്ട്, സ്ക്ലിറോഡെർമ ഉള്ളവരുണ്ട്, SLE ഉള്ളവരുണ്ട്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കോമോർബിഡിറ്റീസ് ഉള്ളവരാണ് ഒട്ടുമിക്ക പേഷ്യൻസും. നമുക്ക് വരുന്ന എല്ലാ പേഷ്യൻസും തന്നെ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ അസുഖങ്ങളുള്ളവരാണ്. അവർ വർഷങ്ങളായിട്ട് തൈറോക്സിൻ എടുക്കുന്നു, TSH നോർമലാക്കി വെക്കുന്നു. പക്ഷെ ഒന്നിനു പുറകെ കുറേ അസുഖങ്ങൾ വരുന്നു, കുറേ മരുന്നുകൾ ഉണ്ടായി, അങ്ങനെ ഒരു ലൂപ്പിനകത്ത് അകപ്പെടുകയും അതിൽ നിന്നൊന്ന് പുറത്തു വരാനായിട്ട് സാധിക്കാതെയും ചെയ്യാതെ വരും. അപ്പൊ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഈ കണ്ട കാരണങ്ങളെ ഗവനിക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്നു, അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിനെ ചികിത്സിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുക, നീർക്കെട്ടുകൾ മാറ്റി കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ തൈറോക്സിന്റെ അബ്സോർപ്ഷൻ കൂടും. പക്ഷെ വളരെ രസകരമായ മറ്റൊരു സംഗതി, ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തൈറോക്സിൻ ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങും. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് കുറവായിരിക്കും. പക്ഷെ അളവ് കുറവാണെങ്കിൽ പോലും ഇവര് കോശങ്ങൾക്കകത്ത് എത്തുകയും അവരുടെ ജോലികൾ പൂർണ്ണമായിട്ടും ചെയ്യുകയും ചെയ്യും.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പണി ചെയ്യാൻ ഒരു 10 പണിക്കാരുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇന്ന് 5 പണിക്കാരെ വന്നുള്ളൂ. ഈ 5 പണിക്കാർ വൈകുന്നേരം ആയപ്പം 10 പേരുടെയും ജോലി തീർന്നു. അപ്പോൾ 10 പേര് വന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കണോ? വേണ്ട, അവിടുത്തെ ജോലിയെല്ലാം പൂർണ്ണമായിട്ടും നിറവേറും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒട്ടുമിക്ക പേഷ്യൻസും. ഈവൻ തൈറോക്സിൻ്റെ അളവ് കുറവാണെങ്കിൽ പോലും അവർക്ക് ഫിസിക്കലി യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ TSH നോർമലായിട്ട് 2നും 4നും ഇടയ്ക്ക് നിന്നിരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഒരു ലേശം TSH കയറിയാൽ നിൽക്കുന്നെങ്കിൽ പോലും അവർക്ക് ഉണ്ടാവുന്നില്ല. കാരണം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിനെ ശരീരത്തിന് പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ന് കരുതി അപ്പൊ പിന്നെ തൈറോക്സിൻ കഴിക്കുന്നതിന് യാതൊരു അർത്ഥമില്ലല്ലോ, എന്നാൽ പിന്നെ നാളെ മുതൽ അങ്ങ് നിർത്തിയേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനമുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തൈറോക്സിൻ സപ്ലിമെന്റ് കൂടിയേ തീരും.